എൻ്റെ പേര് ഡെനിറ്റ. ഇതെൻ്റെ അമ്മയാണ്. അമ്മയുടെ പേര് ശാന്ത. ഇതെൻ്റെ ചേച്ചിയുടെ മോള്. ഞാൻ വരുന്നത് പാഴൂർ കോളങ്ങായി ഇടവകയിൽ നിന്നാണ്, സെൻറ്റ് മൈക്കിൾസ് ചർച്ച്. എനിക്ക് കിട്ടിയ മാതാവും ഈശോയും വഴി എനിക്ക് കിട്ടിയ ഒത്തിരി അനുഗ്രഹങ്ങൾക്ക് നന്ദിയും പറഞ്ഞ് ഈ വേദിയിൽ നിൽക്കുമ്പോൾ അമ്മയുടെ അനുഗ്രഹത്തിന് ഒത്തിരി നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ആദ്യമായി എനിക്ക് കിട്ടിയ അനുഗ്രഹം, ഞാൻ ഒരു നേഴ്സാണ്. എല്ലാവരെയും പോലെ പുറത്തു പോകാൻ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ ഞാൻ ആദ്യം ഒരു തവണ OET എഴുതി എനിക്ക് മാൾട്ടയിൽ പോകാനൊരവസരം ലഭിച്ചു. അവിടെ ഞാൻ കെയറായിട്ടായിരുന്നു വർക്ക് ചെയ്തത്. അവിടെ വെച്ച് ഞാൻ വീണ്ടും 2 തവണയും കൂടി OET എഴുതി. അപ്പോൾ എനിക്ക് കിട്ടിയില്ലായിരുന്നു. എൻ്റെ അമ്മ 2020 മുതൽ ഇവിടെ ഉടമ്പടി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അമ്മ പറഞ്ഞത്, ഇവിടെ വന്നൊന്ന് പ്രാർത്ഥിച്ച് ഒന്ന് ഉടമ്പടി എടുത്തിട്ടൊന്ന് എഴുതി നോക്ക്, ചിലപ്പോൾ കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞു, എല്ലാ മാതാവും ഒന്ന് തന്നെയല്ലേ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്താ കുഴപ്പം എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഞാനിവിടെ വെക്കേഷന് വരുന്നത്. 1.5 വർഷം കഴിഞ്ഞാണ് മാൾട്ടയിൽ ഞാൻ വെക്കേഷന് വരുന്നത്. ആ സമയത്ത് ഞാനിവിടെ വന്നിരുന്നു. ഉടമ്പടി എടുത്തില്ല. പക്ഷെ അമ്മ എന്നോട് പറഞ്ഞു, എല്ലാം പ്രാർത്ഥിച്ച് നീ അതുപോലെ തന്നെ ചെയ്യ്, എന്നിട്ട് ഒന്നും കൂടി എഴുതി നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇവിടുത്തെ എല്ലാ പ്രാർത്ഥനകളും ആ സമയത്ത് തന്നെ ചെയ്യാറുണ്ട്. കാര്യപ്രവൃത്തികളാണെങ്കിലും അമ്മ പറഞ്ഞ് അമ്മയ്ക്ക് പൈസ കൊടുത്തായാലും ഞാൻ അവിടെ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞ കൊല്ലം എഴുതിയത്. ഡിസംബറിൽ OET എഴുതി. ഞാനവിടെ ചെന്ന് OET എഴുതാൻ ഞാൻ ഇറ്റലിക്ക് വേണമായിരുന്നു പോകാനായിട്ട്. മാൾട്ടയിൽ ഞങ്ങൾക്ക് സെൻറ്റർ ഇല്ലായിരുന്നു. ഞാൻ ആദ്യത്തെ 2 പ്രാവശ്യം എഴുതിയപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നതിനും അല്ല കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്, പഠിക്കുന്നതിനായിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കണം എനിക്ക് കിട്ടിയില്ല. 3ാമത്തെ തവണ പ്രാർത്ഥന കഴിഞ്ഞിട്ടേ ഉള്ളായിരുന്നു പഠനം. സമയം കിട്ടിയാൽ മാത്രമേ ഞാൻ പഠിക്കാറുള്ളായിരുന്നു. ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇറ്റലിയിൽ ചെന്നു. അവിടെ ചെന്ന് ഞാൻ കയറുന്നതിന് മുന്നേ ഞാൻ വാതിൽക്ക് ഉപ്പിട്ടാണ് പ്രാർത്ഥിച്ചത്. ഉപ്പിട്ട് പ്രാർത്ഥിച്ചാണ് കയറിയത്. അതുപോലെ എല്ലാ പരീക്ഷയ്ക്കും എനിക്കിത്തിരി ടെൻഷനായിരുന്നു OET എഴുതുന്നതിന്. പക്ഷേ ആ 3ാമത്തെ തവണ എനിക്ക് OET എഴുതിയപ്പോൾ ഒരു ടെൻഷനും ഉണ്ടായില്ല, ഒരു വിഷമങ്ങളും ഉണ്ടായില്ല. മാതാവിനോട് ഞാൻ പറഞ്ഞിരുന്നു, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് പാസ്സാക്കി തന്നെ. ഞാൻ പുറത്തേക്ക് പോകാൻ ഉദ്ദേശിച്ചതിൻ്റെ മെയിൻ കാരണം അമ്മയ്ക്കൊരു വീട് പണിയുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു, അതെങ്ങനെയെങ്കിലും എനിക്കൊന്ന് നടത്തി തന്നെ, ഞാൻ പോയാലാണ് പറ്റുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് എൻ്റെ റിസൾട്ട് വരുന്ന ദിവസമായിരുന്നു. ഡിസംബർ 19-ാം തീയതിയാണ് പറഞ്ഞത്. പക്ഷേ അതിന് മുന്നേ ഞാൻ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു വെളുപ്പിന് ഒരു 4 മണിയായപ്പോഴത്തേക്കും എൻ്റെ റിസൾട്ട് വന്നു. പക്ഷേ പേടിച്ചിട്ട് മാതാവിൻ്റെ അടുത്ത് വന്ന് നോക്കാം എന്നുള്ളൊരിതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് നോക്കിയില്ല. ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ മൊബൈലിലും മാതാവിനോട് പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞാണ്, ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞാണ് ഞാൻ റിസൾട്ട് തുറന്നു നോക്കിയത്. അതുവരെ ഓരോ വിഷയത്തിനുമാണ് പോയിക്കൊണ്ടിരുന്നതെങ്കിൽ എല്ലാത്തിനും B ഗ്രേഡ് വന്ന് അമ്മ എന്നെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് നിർത്തിപ്പോന്നപ്പോഴും എൻ്റെ മാൾട്ടയിൽ നിന്ന് എൻ്റെ കോൺട്രാക്റ്റ് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ നിർത്തിപ്പോന്നിരുന്നു. ഇവിടെ വന്ന് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് UK പോകാനുള്ളൊരു തയ്യാറെടുപ്പായിരുന്നു. പക്ഷേ ആ സമയത്താണ് ഇൻ്റർവ്യൂ എല്ലാം ബ്ലോക്ക് ചെയ്തത്. അയർലൻഡും എല്ലായിടത്തെയും UK എല്ലാം ഇൻ്റർവ്യൂസ് എല്ലാം നിർത്തി വെച്ചിരുന്നു. ഞാനൊരു ഇൻ്റർവ്യൂവിന് ഏജൻറ്റ് വഴി കിട്ടി. അതിന് അറ്റൻഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഡേറ്റും സമയമൊക്കെ പറഞ്ഞ് ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു. പക്ഷേ ആ സമയത്ത് ആ ഇൻ്റർവ്യൂ എന്തോ അവരെന്നെ വിളിച്ചില്ല, എനിക്ക് കിട്ടിയുമില്ല. ഞാൻ അറ്റൻഡ് പോലും ചെയ്തില്ല. അത് പിന്നെയാണ് എൻ്റെ ഹസ്ബൻഡും എൻ്റെ ചേച്ചിയെല്ലാം വഴി ഒരു UKയുടെ NHSലേക്കുള്ളൊരു ഇൻ്റർവ്യൂ വന്നത്. അത് നമ്മുടെ നാട്ടിൽ നോർക്കയായിരുന്നു അറ്റൻഡ് ചെയ്തിരുന്നത്. അത് 7000 പേര് ആപ്ലിക്കേഷൻ അയച്ചിരുന്നു ആ ഇൻ്റർവ്യൂവിലേക്ക്. അപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു, നിൻ്റെ ഇഷ്ടം നടക്കട്ടെ, എങ്ങനെയെങ്കിലും എനിക്കിതൊന്ന് നടത്തി തരണേ, എന്തായാലും നിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞാണ് ഞാൻ ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്തത്. പക്ഷെ അന്ന് വൈകുന്നേരം തന്നെ ഞാൻ ഏറ്റവും ലാസ്റ്റ് കഴിയുന്ന സബ്മിറ്റ് ചെയ്യുന്നതിന് ലാസ്റ്റ് ദിവസം തന്നെയാണ് ഞാൻ സബ്മിറ്റും ചെയ്തത്. പക്ഷേ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ അവർ ഞാൻ സെലക്ട് ആയി എന്നും പറഞ്ഞു. 7000 ഇൻ്റർവ്യൂസ് ആപ്ലിക്കേഷൻ ചെന്നേന്ന് അവർ 2500 പേരെ സെലക്ട് ചെയ്ത് അതിൽ നിന്ന് 180 പേരെയാണ് വീണ്ടും സെലക്ട് ചെയ്തത്. അന്ന് ഇൻ്റർവ്യൂവിന് ചെന്ന ദിവസവും എന്നോട് അവിടെയുള്ള ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ആളൊക്കെ പറഞ്ഞിരുന്നു, കെയറായിട്ട് വർക്ക് ചെയ്ത കാരണം കൊണ്ട് ഇത്രയും ഗ്യാപ്പും ഉണ്ട്, അതുകൊണ്ട് നിനക്ക് ഇനി അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, നീ പൊക്കോ, എന്തായാലും ഇവിടം വരെ വന്നതല്ല. അപ്പം ഞാൻ പറഞ്ഞു, എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, ഞാനൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയുള്ള ആ സാറിനോട് പറഞ്ഞു, അതൊന്നും ചെയ്യാൻ പറ്റില്ല,
ഇപ്പം നീ കെയറായിട്ട് നിന്ന ആരും കൊണ്ട് നിനക്ക് പറ്റില്ല, നീ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇവിടം വരെ കൊണ്ടെത്തിച്ചിട്ട് നീ എന്നെ കൈവിടുകയാണോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കുമാണ് പിന്നെ വേറൊരു മേഡം വന്നിട്ട് പറഞ്ഞത്, അവൾ കണ്ടിന്യൂസ് വർക്ക് ചെയ്യുമല്ലായിരുന്നോ, കയറിക്കോട്ടെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞത്. അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അങ്ങനെ ആ ഇൻ്റർവ്യൂ എനിക്ക് കിട്ടി. ഈ മാസം 25-ാം തീയതി ഞാൻ UK പോവുകയാണ്. പിന്നെ അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം എനിക്ക് ലഭിച്ചത്. പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം, ഇതെൻ്റെ അമ്മയാണ്. ഞാൻ പറഞ്ഞല്ലോ 10 വർഷമായി അമ്മയ്ക്കൊരു വീടില്ലാത്ത കാരണം കൊണ്ടാണ് ഞാൻ പോകാനായിട്ട് നിന്നത്. അങ്ങനെ 10 വർഷമായി അമ്മ പഞ്ചായത്തിൽ വീടിനുള്ള അപേക്ഷ കൊടുത്തിരുന്നു. പക്ഷേ അത് പാസ്സാവുന്നുണ്ടായില്ല. അങ്ങനെ ജൂൺ 7-ാം തീയതി ആയിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ. എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞാൻ പാസ്സായി എന്ന് വിളിച്ച് പറയുന്ന ആ സമയത്ത് തന്നെ അമ്മ എന്നോട് പറഞ്ഞു, പഞ്ചായത്തിൽ നിന്നുള്ള വീടിൻ്റെ ലോണിൻ്റെ ഇത് പാസ്സായിട്ടുണ്ട്. അപ്പോൾ ആ കാര്യവും അങ്ങനെ നടന്നു. ഇപ്പോൾ ഞങ്ങളുടെ വീട് പണി തറപണി വരെ എത്തി നിൽക്കുന്നു. പിന്നെ അതിൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം, ഇത് എൻ്റെ ചേച്ചിയുടെ മോളാണ്. അവളുടെ പേര് അനയ എന്നാണ്. അവൾക്ക് ജനിച്ചപ്പോഴേ ഹാർട്ടിനൊരു ഹോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് 3 വയസ്സിലാണ് സർജറി നടത്താൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ സർജറിക്ക് ഒരു 2.5-3 ലക്ഷം രൂപയുടെ അടുത്ത് ചിലവ് വരുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ അമ്മ 2020 മുതൽ ഇവിടെ ഉടമ്പടി അടിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇത് 174 രൂപ, വെറും 174 രൂപയ്ക്ക് ലിസിയിൽ വെച്ച് സർജറി അവൾക്ക് കഴിഞ്ഞ് കിട്ടി. ഇപ്പം മോക്കൊരു കുഴപ്പമില്ല, അവളിവിടെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ചെറുതും വലുതുമായി ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതാണ് എടുത്തു പറയേണ്ട 3 കാര്യങ്ങൾ. പിന്നെ ഈ UK ഇൻ്റർവ്യൂ, ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. അത് തന്നെ തന്ന അമ്മയും തിരുകുമാരനും എന്നെ അനുഗ്രഹിച്ചു. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ഒത്തിരി അമ്മ വഴിയായാലും ആർക്കെങ്കിലും വയ്യാന്ന് പറയുവാണെങ്കിലും പൈസ കൊടുത്തായാലും എൻ്റെ കയ്യിൽ ഉള്ളതിനനുസരിച്ച് പൈസ കൊടുത്തും അനാഥാലയങ്ങളിൽ പോയി അവർക്ക് ശുശ്രൂഷ ചെയ്തും പിന്നെ രോഗികളെ ആണെങ്കിലും ശുശ്രൂഷ ചെയ്തും എല്ലാം സഹായിക്കാറുണ്ട്. പിന്നെ ആത്മീയ ജീവിതത്തിലാണെങ്കിൽ ഞാൻ വലിയ കാര്യമായിട്ട് പ്രാർത്ഥിക്കാറൊന്നുമില്ല. അതായത് എപ്പോഴും ദൈവത്തിന് വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊരു മൈൻഡായിരുന്നു എനിക്ക്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഇവിടുത്തെ ഉടമ്പടികൾ, ഞാനിപ്പോൾ 3ാമത്തെ പുതുക്കാണ് ഇവിടുത്തെ ഉടമ്പടി. എല്ലാ ദിവസവും കറക്റ്റ് 5:30 എണീറ്റ് പ്രാർത്ഥിക്കും. ഉടമ്പടി ക്രമങ്ങൾ അതുപോലെ തന്നെ ചെയ്യാറുണ്ട്. അതുപോലെ പ്രാർത്ഥിക്കുന്നതിൽ ഇപ്പോൾ എനിക്ക് വലിയ മടിയൊന്നുമില്ല. എപ്പോൾ കുർബാന കിട്ടിയാലും ഞാൻ കുർബാനയ്ക്ക് പോയി അറ്റൻഡ് ചെയ്യും. അതുപോലെ തന്നെയാണ് അമ്മയും. അമ്മയ്ക്ക് ഈ സെയിം സാക്ഷ്യങ്ങളും ഈ സെയിം അനുഗ്രഹങ്ങളുമാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഒത്തിരി അനുഗ്രഹങ്ങളുണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡിന് എലിപ്പനി വന്നിരുന്നു. എലിപ്പനി വന്ന് അത് എല്ലാവർക്കും എലിപ്പനി വരുമ്പോൾ കൗണ്ട് കൂടും കുറയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് ഇവിടെ നിന്ന് കിട്ടിയ ഉടമ്പടി വസ്തുക്കൾ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഒരു 3 ദിവസത്തെ ഹോസ്പിറ്റൽ അഡ്മിഷൻ മാത്രമേ വേണ്ടി വന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോരാൻ പറ്റി. പിന്നെ എൻ്റെ അമ്മായിയമ്മയുടെ കാലിലായാലും ഒരു ഭയങ്കര നീരുണ്ടായിരുന്നു, കുറേ കൊല്ലങ്ങളായിട്ടുണ്ടായിരുന്നതായിരുന്നു. അതും മാറിക്കിട്ടി ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഈ വേദിയിൽ വന്ന് നിൽക്കാനായിട്ട് ഇങ്ങനെ പറയാനായിട്ടൊരവസരം തന്നതിൽ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി ഞാൻ പറയുന്നു. ആത്മീയ ജീവിതത്തിലാണെങ്കിലും എന്നെ വളരാനായിട്ട് ഒത്തിരി അധികം ഈ ഉടമ്പടി സഹായിച്ചു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളാണെങ്കിലും ഞാനിവിടെ നിന്ന് എല്ലാ മാസവും ഇവിടെ വന്നിപ്പോൾ പിന്നെ എല്ലാ മാസവും ഞാൻ വന്ന് പത്രം മേടിച്ചുകൊണ്ട് പോകാറുണ്ട്. ബസ് സ്റ്റാൻഡിലായാലും ഗവൺമെൻറ് ആശുപത്രികളിലായാലും കൊണ്ടു കൊടുക്കും. അതുപോലെ അറിയാത്തവരെ ആണെങ്കിലും ഞാൻ പറഞ്ഞവർക്ക് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. ഇതുപോലെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരു പള്ളിയാണ്, നിങ്ങൾക്ക് പോകാൻ പറ്റുമെങ്കിൽ പോകണം എന്നെല്ലാം പറഞ്ഞ് ഞാൻ അവർക്ക് ഒത്തിരി കളിയാക്കലുകളെല്ലാം കേട്ടിട്ടുണ്ട് ഇത് കൊണ്ടു കൊടുക്കാൻ നേരത്ത്. എന്നിലും ഞാൻ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ. ഒത്തിരി അനുഗ്രഹങ്ങൾ ഇനിയും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി പോകുന്ന സ്ഥലത്തായാലും ഈ ആത്മീയ ജീവിതത്തിൽ തന്നെ മുന്നേറാനും എല്ലാ കുർബാനകളിലും പോകുമ്പോൾ UK ചെന്നിട്ടാണെങ്കിലും ഒരു ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ ഒരു പള്ളി ഉണ്ടാവണമെന്നാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്ന നിയോഗങ്ങളിലെ 1ാമത്തെ നിയോഗം. എൻ്റെ ഉടമ്പടി ഒരിക്കലും മുടങ്ങിപ്പോകാതെ ഈ നിത്യതയിൽ തന്നെ തുടരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. പരിശുദ്ധമയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയാം. മകളുടെ സാക്ഷ്യം ആദ്യമായിട്ട് പറയുന്നത് OET എക്സാം ആദ്യമൊക്കെ എഴുതുമ്പോൾ ഉടമ്പടിക്ക് മുമ്പ് ഈ മകൾ പറഞ്ഞിരുന്നത് പ്രാധാന്യം കൊടുത്തിരുന്നത് പഠനത്തിനാണ്. പക്ഷെ അത് പിന്നീട് മാറിയിട്ട് പഠനത്തെക്കാളും കൂടുതൽ ഉടമ്പടിയിലൂടെ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ രീതിയിൽ എല്ലാത്തിനും B ഗ്രേഡ് നൽകി പരിശുദ്ധ അമ്മ മകളെ അനുഗ്രഹിച്ചു. രണ്ടാമത് ജോലിയുടെ കാര്യം പറഞ്ഞു. ജോലിക്ക് വേണ്ടി അവിടെ ചെല്ലുന്ന സമയത്ത് 7000 ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ നിന്നും തിരഞ്ഞെടുത്തത് 2500ഓളം പേര്, അതിൽ നിന്നും തിരഞ്ഞെടുത്തൊരു 150ഓളം പേരാണ്. പക്ഷേ നീ ഒരു കേരളത്തിൽ നിന്ന് വന്നൊരു കുട്ടിയായതുകൊണ്ട് നിനക്കത് ലഭിക്കുകയില്ല, നീ അതിൽ പങ്കെടുക്കണ്ട എന്ന് പറയുന്ന സമയത്ത് നിന്നും
പരിശുദ്ധ അമ്മ ഇടപെട്ടുകൊണ്ട് തന്നെ മറ്റൊരു വ്യക്തിയുടെ രൂപത്തിൽ ഇടപെട്ട് പരിശുദ്ധ അമ്മ ആ 150 പേരിൽ 7150 നമ്മൾ പറഞ്ഞ ആയിരങ്ങളിൽ നിന്ന് നമ്മളെ തിരഞ്ഞെടുക്കുന്ന ഒരു വചനമുണ്ട്. ആയിരങ്ങളിൽ നിന്ന് നമ്മെ തിരഞ്ഞെടുത്ത ഈശോ. അതുപോലെ തന്നെ 7000ങ്ങളിൽ നിന്ന് 150 പേരിലേക്ക് ആ ഒരു തിരഞ്ഞെടുപ്പ് വരുന്നത് അത് ഉടമ്പടിയിലൂടെ ദൈവത്തിന് തന്നെ സമർപ്പിക്കുമ്പോഴാണ്. ആത്മീയ ജീവിതത്തിലും പരിശുദ്ധ അമ്മ ഒത്തിരിയേറെ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് തുടർന്നും അനുഗ്രഹിച്ചു കൊണ്ട് പോകുന്നു. ഈ മകൾക്കും കുടുംബത്തിനും ദൈവം നൽകിയ പരിശുദ്ധ അമ്മ വഴി നൽകിയ അനുഗ്രഹത്തിന് ദൈവത്തെ മഹത്വപ്പെടുത്തി കരങ്ങളടിച്ച് ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.